പുതിയ ബയോഡാറ്റ വളരെ വ്യത്യസ്തമാണ്. ഇന്റർവ്യൂകളിൽ നമ്മൾ കണ്ടതാണ്. ഇന്റർവ്യൂവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബയോഡാറ്റ എന്ന് പറയുന്നത്. കാരണം നമ്മൾ എത്തുന്നതിന് മുൻപേ നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്ന പാനലിന് മുമ്പിൽ എത്തുന്നത് നമ്മുടെ ബയോഡാറ്റയാണ്. അതുകൊണ്ട് തന്നെ ആ ബയോഡാറ്റ എത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പൂരിപ്പിക്കുന്നോ അത് നമുക്കൊരു പ്ലസ് പോയിന്റാണ് ഇന്റർവ്യൂ ടൈമിൽ. വെൽക്കം ബാക്ക് ടു PSC ലൈഫ് ടോക്സ്. ഇന്ന് നമ്മൾ എങ്ങനെ ബയോഡാറ്റ വളരെ കൃത്യമായി പൂരിപ്പിക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ മുൻപ് ഇൻ്റർവ്യൂവിന് ഹാജരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുൻപൊക്കെ ഫസ്റ്റ് നമ്മൾ അവിടെ എത്തിയതിന് ശേഷമാണ് ഈ ഒരു ബയോഡാറ്റ ഫില്ല് ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ ബയോഡാറ്റ വീട്ടിൽ നിന്ന് ഫിൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇൻ്റർവ്യൂ വേണ്ടിയിട്ട് അവിടെ ചെല്ലുന്നത്, PSC ഓഫീസിൽ തന്നെ ചെല്ലുന്നത്. നമ്മൾ ഇന്ന് ആദ്യം കളക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ബയോഡാറ്റയാണ്. അത് ആ ഒരു സമയത്ത് തന്നെ ബയോഡാറ്റയിൽ കൃത്യമായിട്ട് എല്ലാം ഉണ്ടോ, എല്ലാം പൂരിപ്പിച്ചിട്ടുണ്ടോ നോക്കും. ഏതെങ്കിലും ഭാഗങ്ങൾ പൂരിപ്പിച്ചിട്ടില്ലെങ്കിൽ, നമുക്കൊന്നും പൂരിപ്പിക്കാനില്ലെങ്കിൽ അവിടെ നീൽ എന്ന് എഴുതണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കോളം പോലും ഒന്നും എഴുതാതെ നമ്മൾ വിട്ടുപോകരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ LP ഇൻ്റർവ്യൂകളിൽ നമ്മൾ കണ്ടതാണ് 28A ഉണ്ട്, 28 ഉണ്ട്. അതിൽ ഒരു ബയോഡാറ്റയുടെ താഴെ നമുക്ക് കൺസെൻറ്റ്, നമ്മൾ ഞാനിത് എഴുതിയതെല്ലാം സത്യമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സാക്ഷ്യപ്പെടുത്തൽ, അങ്ങനെ ഒരു കൺസെൻറ്റ് ലാസ്റ്റ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അത് 28A ആണെന്ന് തോന്നുന്നു. അതല്ലാത്ത ഫോമാണ് നിങ്ങൾ പൂരിപ്പിക്കുന്നത് എങ്കിൽ 99% എല്ലാ PSC ഓഫീസുകളിലും ലാസ്റ്റ് ഈ ഒരു കൺസെൻറ്റ് ഇല്ലാത്ത ഫോമുകൾ മാറ്റി 28A ഫോം നമ്മളോട് ഫില്ല് ചെയ്യാൻ പറയും. ആ ലാസ്റ്റ് പേജ് മാത്രം, അത് മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇത് സാക്ഷ്യപ്പെടുത്തുന്ന ആ ഒരു ഭാഗം നമ്മുടെ ബയോഡാറ്റയിൽ ഉണ്ടായിരിക്കണം. അത് ഞാൻ പറയാൻ കാരണം, ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ അതായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ എക്സ്ട്രാ, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഒരു ബയോഡാറ്റ ഫോം നമ്മുടെ കയ്യിൽ വെക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവിടെ വെച്ച് 3-4 പേരോട് ഫോമിലെ ഈ ലാസ്റ്റ് പേജ് മാറ്റി ബയോഡാറ്റയിൽ ഈ ഒരു സാക്ഷ്യപത്രം ഉള്ള ഒരു പേജ് ആഡ് ചെയ്യാൻ പറഞ്ഞു. ആ സമയത്ത് എന്തോ ഭാഗ്യത്തിന് അവിടെ എന്നെ പോലെ തന്നെ 3-4 പേര് എക്സ്ട്രാ ബ്ലാങ്ക് ആയിട്ടുള്ളത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റി. ആ ലാസ്റ്റ് പേജ് മാത്രമേ ചേഞ്ച് ചെയ്യണ്ടോ, അത് മാറ്റാൻ കൊടുക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ടും 2 പേർക്കില്ലായിരുന്നു. അവർ പുറത്ത് പോയിട്ട് ആ ഒരു സമയത്ത്, നമ്മൾ ഇൻ്റർവ്യൂവിന് ചെയ്യാനായിട്ട് കയറാനായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഇത് ചെയ്യേണ്ടത്. നമ്മളല്ലാതെ തന്നെ അത്യാവശ്യം ടെൻഷനിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി കൂടി ചെയ്യാനായിട്ട് നമ്മൾ ആ സമയത്ത് പുറത്ത് പോവുക, പ്രിൻ്റ് എടുക്കുക, അത് കഴിഞ്ഞ് അത് വന്ന് ഫുൾ ഫില്ല് ചെയ്യാനിരിക്കുക, ഒക്കെ വളരെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ കൂടുതലാകാനായിട്ടുള്ളൊരു ചാൻസ് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബയോഡാറ്റ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു ബയോഡാറ്റ എടുത്തതിന് ശേഷം നമ്മളൊരു അത് ഫോട്ടോ കോപ്പി എടുക്കുക, അതിൽ നമ്മൾ ഫില്ല് ചെയ്യുക. ദെൻ നമ്മൾ കൊണ്ടുപോകാനായിട്ട് PSC ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകാൻ നമ്മൾ വെച്ചിട്ടുള്ള ഒരു ബയോഡാറ്റയിൽ ഈ നമ്മൾ ആദ്യം റഫായിട്ട് ചെയ്തത് കോപ്പി ചെയ്യാം. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഏറ്റവും നല്ലത്. അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. അത് തന്നെ അവരെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. PSC ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഈ ബയോഡാറ്റ ഫോം പുതുക്കുകയുണ്ടായത്. കഴിഞ്ഞ വർഷത്തെ ഒരു ബയോഡാറ്റ ഫോമുമായിട്ട്, അതായത് കഴിഞ്ഞൊരു PSC എക്സാം, LPUP എക്സാമിൻ്റെ സമയത്തെ ഒരു ബയോഡാറ്റ ഫോമുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതിന് ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു ഫോമിലുണ്ട്. വളരെ ലളിതമായിട്ട് പൂരിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ ബയോഡാറ്റ ഫോം. പക്ഷേ ഇതിലെഴുതുന്ന ഓരോ കാര്യങ്ങളും നമ്മളോട് ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കണ്ടൻസ് ആണ്. അതിനാൽ തന്നെ വളരെ ശ്രദ്ധയോടെ വേണം ഈ ബയോഡാറ്റ ഫോം ഫില്ല് ചെയ്യാനായിട്ട്. ബയോഡാറ്റ ഫോം നമുക്ക് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ഫില്ല് ചെയ്യാം. നിങ്ങളുടെ താല്പര്യം, നിങ്ങൾ ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം തന്നെ ഇംഗ്ലീഷിൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ, നിങ്ങളുടെ ഉള്ളിലെ ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അത് പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇംഗ്ലീഷിൽ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ചെയ്യാം. ആ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് അതിൽ നെയിം ഓഫ് പോസ്റ്റ് ഉണ്ട്, സീരിയൽ നമ്പർ ഉണ്ട്,
നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് ഇൻ്റർവ്യൂവിന് പോകുന്നത് അത് അവിടെ എഴുതാം. സീരിയൽ നമ്പർ നമ്മുടെ പ്രൊഫൈലിൽ ഇൻ്റർവ്യൂ അഡ്വൈസ് മെമ്മോ വന്നിട്ടുണ്ടാവുക, അതിലുണ്ടാവും. അത് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പൂരിപ്പിക്കാതിരിക്കുക. കാരണം നമുക്ക് ഇൻ്റർവ്യൂവിന് നമ്മളവിടെ PSC ഓഫീസിലെത്തൂലോ, ആ ഒരു സമയത്ത് അവർ പറയും. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു തരും, അപ്പോൾ ചെയ്താലും മതി. അതല്ല നമ്മുടെ ഇൻ്റർവ്യൂ മെമ്മോയിലത്തെ അതിൽ കിട്ടുന്ന നമ്പറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എഴുതാൻ ധൈര്യമുണ്ട്, കുഴപ്പമില്ല, എനിക്കറിയാം എന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യാം. തെറ്റാതെ വേണം ആ ഒരു നമ്പർ നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ബയോഡാറ്റ ഫോമിൽ ടോട്ടൽ ഒരു 12 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നെയിം ആൻഡ് അഡ്രസ്, അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ വീട്, അഡ്രസ്സ്, ഇതാണ് പൂരിപ്പിക്കേണ്ടത്. കൃത്യമായും വ്യക്തതയോടെയും പൂരിപ്പിക്കുക. അക്ഷരങ്ങളെല്ലാം തന്നെ കറക്റ്റായിട്ട് തെറ്റാതെ. അത് ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ മാത്രമല്ല, എല്ലാം തന്നെ ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിലും മലയാളത്തിലാണെങ്കിൽ പോലും അത് വളരെ കൃത്യമായിട്ട് അക്ഷരത്തെറ്റില്ലാതെ പൂരിപ്പിക്കുക. എല്ലാം എഴുതുമ്പോൾ വീട്ടുപേരും സ്ഥലമൊക്കെ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് തുടങ്ങേണ്ടത്. പിന്നെ അതുപോലെ പോസ്റ്റ് ഓഫീസിൻ്റെ പേര്, ജില്ലയുടെ പേര്, ഇതൊക്കെ എഴുതണം. പിൻകോഡ് എഴുതാൻ മറന്നു പോകരുത്. എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റലിൽ എഴുതിയാൽ മതി. അതല്ല നിങ്ങൾ കംഫർട്ടബിൾ ആണ്, എല്ലാം ക്യാപിറ്റലിൽ എഴുതാൻ കംഫർട്ടബിൾ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനെല്ലാം ക്യാപിറ്റൽ ലെറ്ററിലായിട്ടാണ് എഴുതിയിരുന്നത്. അതുപോലെ നമ്മൾ അക്ഷരത്തെറ്റ് സ്പീഡിൽ എഴുതി പോകുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്നും വരാതിരിക്കാൻ. നെക്സ്റ്റ് വൺ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ പറ്റിയിട്ടാണ്. നമ്മൾ +2 മുതലുള്ള എല്ലാ യോഗ്യതകളും എഴുതണം. SLC എഴുതണം, +2 എഴുതണം. TTC ആണെങ്കിൽ TTC, അതല്ല DLED ആണെങ്കിൽ അത്, BEd ആണെങ്കിൽ അത്, ഇത് ക്രമത്തിൽ എഴുതണം. ഒപ്പം KTET, സെറ്റ്, ഡിഗ്രി, PG ഇതൊക്കെ ഉണ്ടെങ്കിൽ എഴുതാട്ടോ. അപ്പോൾ അതിൽ നമുക്ക് നോക്കുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, അതിൽ കോളംസ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എഴുതുമ്പോൾ താഴേക്ക് കോളം വരച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് സെറ്റ്, മാസ്റ്റേഴ്സൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാസ്റ്റേഴ്സ് ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ അത് അതിൽ തന്നിരിക്കുന്ന കോളത്തിൽ എന്തായാലും കൊള്ളില്ല. അപ്പം നിങ്ങൾക്ക് ഇതിന് താഴെ കോളം വരച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഇതിൽ സർട്ടിഫിക്കറ്റിൽ കറക്റ്റായിട്ട് നമ്മൾ ഓരോ നെയിം ഓഫ് ബോർഡ്, യൂണിവേഴ്സിറ്റി, ഇതെല്ലാം കറക്റ്റായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റുകളിൽ കാണും. അതും കൃത്യമായിട്ട് വേണം എഴുതാൻ. അതുപോലെ ക്ലാസ് ഡിസ്റ്റിങ്ഷൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതും നോക്കി എഴുതണം. അടുത്ത ചോദ്യം എന്നുള്ളത് ആർ യു കറൻ്റ്ലി എംപ്ലോയിഡ് എന്നുള്ളതാണ്. കറൻ്റ്ലി എംപ്ലോയിഡ് ആണോ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണോ? ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. മിക്കപ്പോഴും LP UP ഇൻ്റർവ്യൂവിനൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നവരാകും. അതല്ല എന്നുണ്ടെങ്കിൽ വേണ്ട, കാണിക്കേണ്ട. അതുപോലെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് എഴുതാനായിട്ടും സ്ഥലമുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ടീച്ചിങ് എക്സ്പീരിയൻസ് അവിടെ എഴുതണം. കാരണം ക്ലാസ് എടുപ്പിക്കുക, അപ്പോൾ ഒരുപാട് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ കൊണ്ട് സാധാരണയായിട്ട് ക്ലാസ് എടുപ്പിക്കാറില്ല. കാരണം അവർ ഓൾറെഡി ഒരുപാട് ഇൻ്റർവ്യൂകളൊക്കെ ചെയ്ത് ഇത്തരം ഒരു സ്കൂളിൽ കിട്ടിയതാണ്, ജോബ് കിട്ടിയിട്ട് ഒരുപാട് വർഷം പഠിപ്പിക്കുന്നവരാണ്. അവരെ ക്ലാസ് എടുപ്പിച്ച് നോക്കേണ്ട കാര്യമില്ല എന്ന് ഇൻ്റർവ്യൂ ബോർഡിലുള്ളവർക്കറിയാം. അതുകൊണ്ട് തന്നെ അധികം ഇങ്ങനെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ക്ലാസ് എടുപ്പിക്കാനായിട്ടുള്ളൊരു ചാൻസ് കുറവാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ്, അത് എയ്ഡഡ് സ്കൂളാണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും അൺഎയ്ഡഡ് ആണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും എഴുതുക. അതുപോലെ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒപ്പം വെക്കണമെന്നുണ്ട്. അങ്ങനെ ഇല്ല. ചിലപ്പോൾ കറൻറ്റ്ലി ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ ചിലപ്പോൾ അവിടെ നിന്ന് നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും വാങ്ങിയിട്ടുണ്ടാവില്ല. അതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് അവിടെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് അല്ലെങ്കിൽ ഞാൻ CBSEയിലാണ് എന്നുള്ളത് കൊണ്ട് അവിടെ എഴുതാതിരിക്കരുത്. അത് അവേർലി ബേസിസ് ആണെങ്കിലും ഡെയിലി വേജ് ആണെങ്കിലും കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളൂ എങ്കിലും പ്രശ്നമില്ല, നിങ്ങളത് എഴുതണം. അടുത്തൊരു ചോദ്യം പ്രീവിയസ് ജോബ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ്. അതായത് ഇപ്പോൾ ടീച്ചർ അല്ലാതെ വേറെ ജോലിയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ജോലി എന്താണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ്, പഠന രീതികൾ, ഇതൊക്കെ നമ്മൾ വിശദീകരിക്കേണ്ടി വരും. നമ്മളവിടെ അത് പറയാൻ, നമ്മൾ അതിന് കോൺഫിഡൻ്റ് ആണ് എങ്കിൽ, നമുക്ക് അതിനെപ്പറ്റി പറയാൻ അറിയുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിട്ടുള്ള മറ്റ് ജോലികൾ അവിടെ എഴുതാവുന്നതാണ്. നേരത്തെയുള്ള ജോലി അതെന്തുകൊണ്ട് നിങ്ങൾ വിടുന്നു, അല്ലെങ്കിൽ അത് മാറി ഇത്തരമൊരു ടീച്ചിങ് ജോലിയിലേക്ക് നിങ്ങൾ വരാനുള്ള ഒരു കാരണം, ഇതൊക്കെ അവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഉത്തരങ്ങളൊക്കെ പറയാൻ നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കണം ഈ ഒരു
ചോദ്യത്തിന് ഉത്തരം അവിടെ എഴുതേണ്ടത്. നിങ്ങൾ മുൻപൊരു ബാങ്കിൽ, ഒരു പ്രൈവറ്റ് ബാങ്കിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഒരു അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു, അവിടെ നിന്ന് എന്തുകൊണ്ട് നിങ്ങൾ ടീച്ചിങ് ജോബിലേക്ക് വരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരങ്ങൾ പറയാനായിട്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. നെക്സ്റ്റ്, KPSCയുടെ ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം. അതുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, തീർച്ചയായിട്ടും അതൊരു പ്ലസ് പോയിന്റ് ആണ്. നമ്മൾ ഇതിൽ മാത്രമല്ല ബാക്കി എക്സാംസും എഴുതുന്നുണ്ട്, അതിൽ നമുക്ക് നമ്മുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അതൊരു പ്ലസ് പോയിന്റ് ആണ്, ഉണ്ടെങ്കിൽ അവിടെ എഴുതേണ്ടതാണ്. പഴയ ബയോഡാറ്റ ഫോമിലാണെങ്കിൽ ഓക്യുപ്പേഷൻ, ഫാദർ, മദർ, സ്പൗസ് എന്നാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ പുതിയ ബയോഡാറ്റ ഫോമിൽ ഓരോരുത്തരെ കുറിച്ചിട്ടും പ്രത്യേകം എഴുതാനായിട്ട് സ്പേസ് ഉണ്ട്. അതായത് മദറിൻ്റെ ജോലി, ഹൗസ് വൈഫ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അച്ഛൻ എന്താണ്, ഡ്രൈവറാണ്, അങ്ങനെ ഓരോരുത്തരുടെയും പ്രത്യേകമായിട്ട് ജോലി എഴുതാനുള്ളൊരു അവസരമുണ്ട്. അതുപോലെ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ സ്പൗസിൻ്റെ ജോലി, ഭർത്താവാണെങ്കിൽ ഭാര്യയുടെയും, ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെയും ജോലി എഴുതുക. അവരുടെ ജോലിയുടെ ഒരു പ്രത്യേകിച്ച് അവരുടെ ഒരു ജോലി എന്താണ്, അതിൻ്റെ ഒരു ജോബ് നേച്ചർ എന്താണ്, അതുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതിപ്പോൾ ഇപ്പോൾ കല്യാണം കഴിയാത്തവരാണെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ എന്നോ അല്ലെങ്കിൽ എന്നോ നില്ലെന്നോ ഇത് വേണമെങ്കിൽ എഴുതാം. അവിടെ ബ്ലാങ്ക് ആയിട്ട് ഇടരുത്. അതുപോലെ സിസ്റ്റർ, ബ്രദർ, അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, ജോലി ചെയ്യുകയാണോ, അവരുടെ ജോലി എങ്ങനെയുള്ളതാണ്, അവരുടെയും ജോലി എഴുതുമ്പോൾ നമ്മൾ ആ ഒരു ജോലി എന്താണെന്നുള്ളത് ജസ്റ്റ് അതിൻ്റെ ഒരു ബേസിക് നോളേജ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. മേൽപ്പറഞ്ഞ ആർക്കെങ്കിലും അധ്യാപക ജോലി ഉണ്ടെങ്കിൽ പ്രത്യേകം എഴുതണം. അത് നമുക്കൊരു പ്ലസ് പോയിന്റ് ആണ്. വീട്ടിലുള്ളവർ അധ്യാപക ജോലി ചെയ്യുന്നവരാണ്, അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മളും ആ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞത് എന്ന് അവർക്ക് തോന്നാം. അതുകൊണ്ട് തന്നെ അത്തരം കോളങ്ങളൊന്നും തന്നെ ബ്ലാങ്ക് ആയിട്ട് ഇടരുത് എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, അടുത്തൊരു ചോദ്യം ഉള്ളത്, ആർ യു കൺവിക്റ്റഡ് ബൈ എ കോർട്ട് ഓഫ് ലോ? അധ്യാപക ജോലിക്ക് അപേക്ഷിക്കുന്നവരാരും തന്നെ പോലീസ് കേസുള്ളവരോ കോടതി ശിക്ഷിച്ചവരോ ആയിരിക്കില്ല. അത് ഉണ്ടെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ളൊരു കോളമുള്ളത്. അവിടെ നോ എന്ന് എഴുതാം. കൺവിക്റ്റഡ് ആണെങ്കിൽ അങ്ങനെയും എഴുതാം. ആർക്കെങ്കിലും കോടതിയുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങളും അവിടെ എഴുതേണ്ടതാണ്. നെക്സ്റ്റ് വൺ, ഹോബീനെ പറ്റിയിട്ടാണ്. നിങ്ങളുടെ വിശ്രമ സമയം അല്ലെങ്കിൽ വിനോദ സമയം എന്താണ്, നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് അവിടെ രേഖപ്പെടുത്താം. അത് വളരെ ചുരുക്കി വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലീസ് മെൻഷൻ ബ്രീഫ്ലി എന്ന് നമുക്ക് അവിടെ കാണാം. നിങ്ങൾ റീഡിംഗ് ആണെങ്കിൽ ഏതൊക്കെ പുസ്തകങ്ങളാണ് വായിക്കുന്നത്, ആരുടെ പുസ്തകങ്ങളാണ് ലാസ്റ്റ് വായിച്ചൊരു പുസ്തകം എന്നിങ്ങനെ ഓരോന്നിനെ പറ്റിയ ഒരു റീഡിങ് പറ്റിയിട്ടൊരു കൃത്യമായിട്ടുള്ളൊരു നോളേജ് നമുക്ക് ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. കുക്കിംഗ് ആവാം, ബേക്കിംഗ് ആവാം, അതല്ല നമ്മൾ വേറെ ഏതെങ്കിലും സ്റ്റിച്ചിങ് പോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നവരാണെങ്കിൽ അത് എഴുതാം. ബോയ്സിന് എന്തെങ്കിലും തരത്തിലുള്ള കളക്ഷൻ അല്ലെങ്കിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ അത്തരത്തിലുള്ള ഗെയിംസിനോട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് എഴുതാം. പക്ഷേ ഹോബീനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു നോളേജ് നമുക്ക് വേണം. ചോദ്യങ്ങൾ എന്തെങ്കിലും വന്നാൽ പറയാനുള്ളൊരു നോളേജ് വേണം. അത്ര മാത്രമേ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ. നെക്സ്റ്റ് വരുന്നത് 9ാമത്തെ ചോദ്യമായിട്ട് വരുന്നത് യുവർ ഇൻട്രസ്റ്റ്, പാർട്ടിസിപ്പേഷൻ, അച്ചീവ്മെൻറ്റ്സ് എന്നിവയെ പറ്റിയിട്ടാണ്. സ്പോർട്സ് രംഗത്ത് ഓട്ടത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അത് എഴുതാം. ബാഡ്മിൻ്റൺ കളിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് രേഖപ്പെടുത്താം. കൾച്ചറൽ ആക്ടിവിറ്റീസ് എന്നുള്ളൊരു ഓപ്ഷനിൽ നാട്ടിലെ ഏതെങ്കിലും ആക്ടിവിറ്റീസ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് വായനശാലയിൽ അംഗമാണോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകനാണോ, അത്തരത്തിലുള്ള സോഷ്യൽ ആക്ടിവിറ്റീസ്, സ്പോർട്സ് ആക്ടിവിറ്റീസ്, ക്ലബ്ബുകൾ, ഇതിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നൊരു കോളത്തിനുള്ളിൽ നമുക്ക് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ വോളണ്ടിയറിങ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രളയം, കോവിഡ് ഇത്തരത്തിലുള്ള ദുരിത പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് നിങ്ങൾ വോളണ്ടറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതവിടെ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ സയൻസ്, ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മികവ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് അതിൽ ഏതൊക്കെ ആക്ടിവിറ്റീസാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ രേഖപ്പെടുത്താം. അത് സർട്ടിഫിക്കറ്റായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനോടൊപ്പം ആഡ് ചെയ്ത് വയ്ക്കാം, ഒപ്പം ഇതിൽ എഴുതുകയും ചെയ്യാം.
മറ്റ് ചോദ്യങ്ങൾ, അതായത് 10ഉം 11ഉം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പുതുതായിട്ട് ചേർത്ത ചോദ്യങ്ങളാണ്. മുൻപത്തെ ബയോഡാറ്റയിൽ ഇല്ലാത്തതാണ്. 10ാമത്തെ ചോദ്യം, നിങ്ങൾ ഗവൺമെൻറ് ഉദ്യോഗം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്നുള്ളതാണ്. അധ്യാപക വൃത്തി തിരഞ്ഞെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഒരു റീസൺ ഉണ്ടായിരിക്കുമല്ലോ, അത് വളരെ വിശദീകരിച്ച് ഇവിടെ എഴുതാവുന്നതാണ്. വ്യക്തിപരവും ആകർഷകവുമായിട്ട് രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരും എഴുതുന്ന കോമൺ റീസൺ മാത്രം എഴുതി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ, നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആണ്. വളരെ ആലോചിച്ച് മാത്രം ഉത്തരം എഴുതേണ്ട ഒരു ചോദ്യമാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്ട്രെങ്ത് വീക്ക്നെസ് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ട്രെങ്ത് നമുക്ക് കറക്റ്റായിട്ട്, നമുക്ക് സ്ട്രെങ്ത് എഴുതിയാലും വീക്ക്നെസ് എഴുതിയാലും അത് നമ്മുടെ ടീച്ചിങ് ജോബിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം, അല്ലെങ്കിൽ സ്ട്രെങ്ത് ആയിരിക്കണം. സ്ട്രെങ്ത്തിൽ നമുക്ക് ഒരുപാട് പോസിറ്റീവ് ഗുണങ്ങളുണ്ട്, അതൊക്കെ എല്ലാം എഴുതാം. വീക്ക്നെസ് നമുക്ക് മാറ്റാൻ കഴിയുന്ന വീക്ക്നെസ് ആയിരിക്കണം നമ്മൾ അവിടെ എഴുതേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള ഒരു വീക്ക്നെസ് ഒരിക്കലും ഇത്തരം ഒരു ബയോഡാറ്റയിൽ എഴുതരുത്. ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, സ്ട്രെങ്ത് വിട്ടുപോകാതെ നമ്മുടെ എല്ലാ കഴിവുകളും, എല്ലാ സ്ട്രെങ്ത്തും, പോയിന്റ്സ് എല്ലാം തന്നെ അവിടെ എഴുതാൻ ശ്രദ്ധിക്കുക. ഹോണസ്റ്റി, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ്, ഇത് സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാനുള്ളൊരു കഴിവ്, ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ളൊരു കഴിവ്, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അത് കേൾക്കാനും അതുപോലെ തന്നെ അവർക്ക് പരിഹാരം നിർദ്ദേശിക്കാനുള്ളൊരു കഴിവ്, ഇതൊക്കെ നമുക്ക് അവിടെ എഴുതാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ വീക്ക്നെസ് നമ്മൾ ഇത്തരത്തിൽ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവിടെ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പറയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് എല്ലാവരോടും നോ, എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നോ പറയാനുള്ളൊരു കഴിവ് അത് നമുക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിൽ അത് ഒരു വീക്ക്നെസ് ആയിട്ട് പറയാം. ഇതൊക്കെ പോസിറ്റീവാണ്, നെഗറ്റീവാണ്. അത്തരത്തിലുള്ള കഴിവുകളായിരിക്കണം നമ്മൾ വീക്ക്നെസ്സിൽ പരമാവധി ഉൾപ്പെടുത്തേണ്ടത്. അധ്യാപക ജോലിക്ക് ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഒരു പ്രതിബന്ധനമാകുന്ന തരത്തിലുള്ള വീക്ക്നെസ് എഴുതാതിരിക്കാൻ ശ്രദ്ധിക്കാം. ബയോഡാറ്റ ഫോമിലുള്ള അവസാനത്തെ ചോദ്യമാണ് അംബിഷൻ എന്നത്. തീർച്ചയായിട്ടും എല്ലാവരുടെയും അംബിഷൻ എന്ന് പറയുന്നത് ടു ബിക്കം എ ടീച്ചർ ആയിരിക്കും. അതിനെ എങ്ങനെ പെർഫെക്റ്റ് ആക്കാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരു അധ്യാപകനാവുക. അതുപോലെ തന്നെ ആ ഒരു ഉത്തരത്തിന് തന്നെ നമുക്ക് പലതരത്തിൽ എഴുതാം. മൈ ആംബിഷൻസ് ടു ബിക്കം എ ഇൻസ്പയറിംഗ് ടീച്ചർ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു ടീച്ചറായിരിക്കണം, അല്ലെങ്കിൽ കുട്ടികൾ സ്നേഹത്തോടെ മാത്രം ഓർക്കുന്ന ടീച്ചറായിരിക്കണം. ഇങ്ങനെയൊക്കെ ഒന്ന് മാറ്റി എഴുതാം. അതിനെപ്പറ്റി ചോദ്യം വരികയാണെങ്കിൽ ഉത്തരം പറയാൻ ആ ഒരു റീസൺ, അങ്ങനെ നിങ്ങൾ എഴുതാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു റീസൺ നിങ്ങൾ കണ്ടുവയ്ക്കേണ്ടതാണ്. പണ്ട് ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുത്ത ഒരു കുട്ടി, കുട്ടികളുടെ മനസ്സിൽ കുടികൊള്ളുന്ന ഒരു അധ്യാപകനാവുകയാണ് എൻ്റെ ജീവിതാഭിലാഷം എന്നെഴുതി. അപ്പോൾ ആ കുട്ടിയോട് ഈ ഒരു ഇൻ്റർവ്യൂ ബോർഡിലുള്ള ആൾ ചോദിച്ചു, എന്താണ് ഇങ്ങനെ എഴുതാൻ കാരണം? അപ്പോൾ ആ കുട്ടി പറഞ്ഞത്, എവിടെയോ മറ്റേതൊരു സംസ്ഥാനത്ത്, എനിക്കൊരു ആന്ധ്രാപ്രദേശ് തമിഴ്നാടോ ആണെന്ന് തോന്നുന്നു, അവിടെ ഒരു സ്കൂളിൽ ജോലി ചെയ്തിരുന്ന ഒരു ടീച്ചർ സ്ഥലം മാറ്റം കിട്ടി പോകുമ്പോൾ ആ സ്കൂളിലെ കുട്ടികളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കെട്ടിപ്പിടിച്ച് കാലിൻ്റെ അവിടെ വീണ് പോകരുതെന്ന് പറഞ്ഞ് കരയുന്ന ഒരു വീഡിയോ ആ ഒരു സമയത്ത് കാണാനായിട്ട് ആ ഒരു കാൻഡിഡേറ്റ് കണ്ടിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി ആ ഒരു ടീച്ചറിന് എത്രമാത്രം കുട്ടികളെ ഇൻസ്പയർ ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ടീച്ചർ ആവണം എന്നാണ് ഈ ഒരു കാൻഡിഡേറ്റിൻ്റെ ആഗ്രഹം. ഇങ്ങനെ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളൊരു റീസൺ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അങ്ങനെയായിരിക്കണം ഈ ലാസ്റ്റത്തെ ചോദ്യത്തിന് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. അതായത് നമ്മൾ ചോദിക്കുമ്പോൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ നമുക്ക് കഴിയണം, അത്രയേ ഉള്ളൂ. ചില ഉത്തരങ്ങളൊക്കെ എഴുതാനായിട്ട് കോളം മതിയാകാതെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ മാക്സിമം, അതിനാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്, ആദ്യം തന്നെ ഒരു റഫിൽ, അതായത് ഇതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് നമ്മൾ എഴുതി നോക്കുക എന്നുള്ളത്. കാരണം ഇതിനോടുകൂടി പേജുകൾ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് അടുത്തൊരു കോളത്തിലേക്ക് മിക്സ് ചെയ്ത് എഴുതുക എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ചുകൂടി വൃത്തികേടായിരിക്കും. ആ ഒരു ബയോഡാറ്റ ഫോം അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് വൃത്തിയിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ
ആദ്യം നമ്മളൊരു റഫിൽ ചെയ്ത് നോക്കിയതിന് ശേഷം എഴുതി നോക്കി അതിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്ത് മാക്സിമം ചുരുക്കി എന്നാൽ എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഇത്തരത്തിലൊരു ബയോഡാറ്റ ഫിൽ ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു മാർക്ക്, അതുപോലെ സെറ്റ്, കേട്ടറ്റ് ഇതൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് കോളം വരച്ച് ചെയ്യാം. അത് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. PSC ഓഫീസിൽ നിന്ന് നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് മാത്രം നമുക്ക് അതിനോട് ആഡ് ചെയ്ത് കോളം വരച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എഴുതുന്ന ഓരോ പോയിന്റും ഓരോ ഉത്തരത്തിനും നമ്മളാണ് പൂർണ്ണ ഉത്തരവാദി. അതിന് നല്ല വ്യക്തമായ കാഴ്ചപ്പാടോടെ ആയിരിക്കണം ഇതിനെല്ലാം ഉത്തരങ്ങളും നമ്മൾ എഴുതേണ്ടത്. ഉയർന്ന ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടെങ്കിൽ അത് മറച്ചു വെക്കരുത്. ഒരുപാട് കുട്ടികൾ അങ്ങനെ ചെയ്തതായിട്ട് കഴിഞ്ഞ LP ഇൻ്റർവ്യൂവിന് നമ്മൾ കണ്ടു. അവരെ അപ്പോൾ ഇൻ്റർവ്യൂ ബോർഡ് ചോദിച്ചു, നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടൊന്നും ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞാണ്, PG കഴിഞ്ഞാണ്. അപ്പോൾ അവർ ചോദിച്ചു എന്തുകൊണ്ട് അത് ഈ ബയോഡാറ്റ ഫോമിൽ എഴുതിയില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു മറച്ചു വെക്കലാണ്. നമ്മളെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതിന് കൂടുതൽ എഴുതിയാൽ നമ്മളോട് അത്തരത്തിൽ ചോദ്യം വരൂ എന്നൊക്കെ പേടിച്ച് ഒരുപാട് പേര് എഴുതാതിരുന്നു. അത് അവർക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടായത്. തീർച്ചയായിട്ടും നമ്മുടെ ഏത് ക്വാളിഫിക്കേഷനും നമ്മൾ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട് എല്ലാം തന്നെ നമ്മൾ ബയോഡാറ്റയിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ PSCയുടെ റാങ്ക് ലിസ്റ്റ് വേറെ ഏതെങ്കിലും നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും എഴുതുക. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് കമ്പനിയിലാണ് മുൻപ് വർക്ക് ചെയ്തിട്ടുള്ളത്, ഇതെല്ലാം ചിലപ്പോൾ നമ്മളോടുള്ള സംസാരത്തിൻ്റെ ഇടയിൽ നിന്ന് നമ്മളെ വായന്ന് വീണ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞായിരിക്കും അവർ ബയോഡാറ്റ ചെക്ക് ചെയ്യുക. അപ്പോൾ പറയും ഇതതിൽ എഴുതിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് വേറൊരു നുണ ഉണ്ടാക്കി പറയേണ്ടി വരും. അവർ 1-2 കുട്ടികളെ അല്ല ഇൻ്റർവ്യൂ ചെയ്യുന്നത്, അവർക്ക് ഒരുപാട് പേരെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അവർക്കറിയാം ഓരോരുത്തരെയും അവരുടെ ഒരു സംസാരം അല്ലെങ്കിൽ ഒരു നേച്ചർ, അവരുടെ ഒരു സംസാര രീതിയിൽ നിന്നെല്ലാം ഈ ഒരു കുട്ടിക്ക് എത്രത്തോളം കാലിബർ ഉണ്ട് എന്നുള്ളത്. നമ്മൾ വെറും +2 TTC എന്നൊക്കെ പറഞ്ഞ് എഴുതി പോകുന്നവർ അവരുടെ ഒരു സംസാരത്തിൽ നിന്ന് അവർക്കറിയാം ഈ കുട്ടി ഡിഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിഫറൻസ് അവർക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിലും അത് മറച്ചു വയ്ക്കാതെ പൂർണ്ണമായിട്ട് എഴുതാനായിട്ട് ആ ഒരു ബയോഡാറ്റയിൽ കൃത്യമായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതൊക്കെ എഴുതിയതിന് ശേഷം ഡേറ്റ്, അതുപോലെ സിഗ്നേച്ചർ ഇതൊക്കെ ഇടാൻ മറന്നു പോകുന്നവരുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് ഇടുക. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളൊരു എക്സ്ട്രാ ഒരു ബയോഡാറ്റ ഫോം ഫില്ല് ചെയ്യാത്തത് നിങ്ങളുടെ കയ്യിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഈ PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഫോം തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ ഇൻ്റർവ്യൂ മെമ്മോടൊപ്പം തന്നെ ഈ ഒരു ഫോം നിങ്ങൾക്ക് ലഭിക്കും. ആ ഒരു ഫോം തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ 2 ഫോട്ടോ കോപ്പി എടുക്കുക. ഒരു ഫോട്ടോ കോപ്പിയിൽ നിങ്ങൾ ഫസ്റ്റ് ഫില്ല് ചെയ്യുക റഫായിട്ട്, ഒരെണ്ണം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് വെക്കുക. എന്തെങ്കിലും ആവശ്യം വന്നാൽ ആ ഒരു സമയത്ത് നമുക്ക് പുറത്ത് പോയി എടുക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. 3-ാമത്തേതിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തീർച്ചയായിട്ടും അവസാന സമയത്ത് വെക്കേണ്ടാത്ത ഒരു പ്രവർത്തനമാണിത്. കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ മെമ്മോ എന്ന് വരുന്നു, ആ ഒരു സമയത്ത് തന്നെ അന്ന് തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങളത് ഫില്ല് ചെയ്യുക. തീർച്ചയായിട്ടും കൃത്യമായിട്ടും വളരെ മനോഹരമായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. നല്ലൊരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. താങ്ക് യു.